ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒലിബോർഡ് കണ്ടക്ട് ചെയ്ത 2024 ജൂൺ 15-16 ഡേയ്സിൽ ഒലിബോർഡ് കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. Find the area of a sector whose arc length is 19 cm and radius is 10 cm. അതായത് ആർക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, L is equal to 19 cm. അതുപോലെ റേഡിയസ് എന്ന് പറയുന്നത് 10 cm. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് L is equal to r theta എന്നൊരു ഇക്വേഷൻ. സോ ഇതിൽ നിന്ന് നമുക്ക് തീറ്റ എടുക്കാം. തീറ്റ is equal to 19/10. 19/10 എന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഈ തന്നിരിക്കുന്ന വാല്യൂ ഇത് റേഡിയനിലാണ്. ഈ റേഡിയനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഗ്രിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ദാറ്റ്സ് ഈക്വൽ ടു 180 പൈ റേഡിയൻ എന്ന് പറയുന്നതാണ് 180 ഡിഗ്രി. സോ 1 റേഡിയൻ എന്ന് പറയുന്നത് 180/π ഡിഗ്രിയാണ്. സോ അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? മൾട്ടിപ്ലൈ വിത്ത് 180/π വരും. ഇത്രയും ഡിഗ്രിയാണ്. ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏരിയ ഓഫ് സെക്ടർ. സോ ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയുന്നത് തീറ്റ ബൈ 360 മൾട്ടിപ്ലൈഡ് വിത്ത് പൈ ആർ സ്ക്വയർ. സോ ഇവിടെ തീറ്റ 19 മൾട്ടിപ്ലൈഡ് വിത്ത് 180/10π, പിന്നെ ഒരു 360 ഉണ്ട്, മുകളിൽ എന്ത് വരും? പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100. സോ ക്യാൻസൽ ചെയ്യാനുള്ളത് നോക്കാം. 0 0 ക്യാൻസൽ ആയി. സോ നെക്സ്റ്റ് ഈസ് 18, 2, then next is 2, 5. 5 വരും, പൈയും പൈ ക്യാൻസൽ ആയി. ദാറ്റ് ഇസ് ഈക്വൽ ടു 95 സെന്റിമീറ്റർ സ്ക്വയർ, അല്ല സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഇവിടെ ഏതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഏരിയ ഓഫ് സെക്ടറിന്റെ വാല്യൂ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5x 897y is divisible by 9. Then the digits in place of x and y. Divisibility by 9 എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? സം ഓഫ് ദ നമ്പേഴ്സ് വിൽ ബി ഡിവിസിബിൾ ബൈ 9 ആണ്. ഇവിടെ 5 + 8 13 + 9 22 22 + 7 29 + x + y. സോ ഇതെന്തായിരിക്കണം? ഡിവിസിബിൾ ബൈ 9 ആയിരിക്കണം. സോ എക്സിന് വാല്യൂ പുട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ 9ഉം 4ഉം കൊടുത്തു കഴിഞ്ഞാൽ 9 + 4 13 ആണ്. 13 + 29 എത്രയായിരിക്കും? 42. നോട്ട് ഡിവിസിബിൾ ആണ്. 13 + 42, യെസ് 43 42. അപ്പോൾ എന്തായാലും അതാവത്തില്ല. നെക്സ്റ്റ് പോയിന്റ് 8 7 15 വരും. 15 + 29 എന്ന് പറയുമ്പോൾ 45 44 വരും. അതും ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് ഈസ് 2 + 3 6 വരുമ്പോൾ 35, അതുമല്ല. പിന്നെ 1 + 6 7 ആണ്. സോ 29 + 7 എന്ന് പറയുന്നത് 36 ആണ്. 36 ഡിവിസിബിലിറ്റി ബൈ 9 ആണ്. സോ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. പ്രഭ ഹാസ് ടോട്ടൽ 96 പീകോക്സ് ആൻഡ് കൗസ്. മൊത്തം ടോട്ടൽ 96 പീകോക്സും ഉണ്ട്, കൗസും ഉണ്ട്. ലെഗ്സും ഹെഡ്സും കൗണ്ട് ചെയ്തപ്പം ഷീ ഫൗണ്ട് ദാറ്റ് നമ്പർ ഓഫ് ഹെഡ്സ് ലെഗ്സ് ടു നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് 11:4 റെസ്പെക്റ്റീവ്ലി ആണ്. എങ്കിൽ എത്ര പീകോക്സ് ആണ് പ്രഭയ്ക്കുള്ളത്? ഇത് അലിഗേഷൻ വെച്ചും ചെയ്യാം, അല്ല ഡയറക്ട്ലി ഇങ്ങനെ ചെയ്യാം. അതായത് പീകോക്സിന് നമ്മൾ എക്സ് എന്ന് എടുത്തു, അതുപോലെ നമ്മൾ കൗസിനെ വൈ എന്ന് എടുത്തു. സോ നമുക്ക് തന്നിരിക്കുന്നത് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ലെഗ്സ് ആണ്. അപ്പോൾ പീകോക്കിന് 2 ലെഗ് ആണ്. സോ 2x + 4y വരും. അതായത് 4 ആണ് കൗവിന്റെ ലെഗ്. ഈസ് ടു അവരുടെ ഹെഡ് എന്ന് പറഞ്ഞാൽ x + y ആയിരിക്കുമല്ലോ, ഓരോരുത്തർക്കും ഒരു തലയിലേ ഉണ്ടാവത്തുള്ളൂ. സോ 11/4. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8x + 16y is equal to 11x + 11y എന്ന് വരും. is equal to 3x is equal to 5y. x/y is equal to 5:3. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു റേഷ്യോ ആണ്. ചോദിച്ചിരിക്കുന്ന പീകോക്സ് എത്രയാണെന്നാണ്. പീകോക്കിനെയാണ് നമ്മൾ എക്സ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അത് 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻ 5ന്റെ മൾട്ടിപ്പിൾ ഉള്ളത് 60യും അതുപോലെ തന്നെ 40യും ആണ്. അപ്പോൾ 40യോ 60യോ ആവാന്ന് ഉറപ്പായല്ലോ. ഇനി 40 ആണെന്ന് വിചാരിക്കുക. സോ വൈയുടെ വാല്യൂ എത്രയാവും? 24 ആവും. അപ്പോൾ 40 24 കൂട്ടി 64 ആണ്. 64 ആണോ സമ്മ്? അല്ല. കാരണം ഇവിടെ എന്താണ്? ഇവിടെ 8 എന്ന് പറയുന്ന സാധനം 96 ആണ്. സോ 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 ആണ്. സോ എക്സിന്റെ വാല്യൂ 12 മൾട്ടിപ്ലൈഡ് വിത്ത് 5 60 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി അലിഗേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് എഴുതുന്നത് വെച്ചാൽ 11:4 എന്നാണ്. അപ്പോൾ 4 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. നമ്മൾ എടുക്കാൻ ടോട്ടൽ 4 ഈസ് ഈക്വൽ ടു 4 ഈസ് 96 ആണെങ്കിൽ 11 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 2 8 4 2 8 24. അപ്പോൾ 24 മൾട്ടിപ്ലൈഡ് വിത്ത് 11 വരുമ്പോൾ 264 വരും.
ഓക്കെ. സോ ഇവിടെ വരുമ്പോൾ എത്രയാണ്? 96 പീകോക്സ് ആണ്. അപ്പം 96, അതായത് ടോട്ടൽ 96 പീകോക്സും കൗസും ആണ്. അതിൽ നമ്മൾ കൗസിന് 0 ആയിട്ട് എടുത്ത് മൊത്തം 96 പീകോക്സ് ഉള്ളൂ. അപ്പൊ 96 പീകോക്സിന് കൂടെ എത്ര ലെഗ് ഉണ്ടാവും? 96 മൾട്ടിപ്ലൈഡ് വിത്ത് 2, അതായത് 192 വരും. ഇനി കൗസ് മാത്രമാണ്, കൗസിന് എത്രയാണ്? 96 മൾട്ടിപ്ലൈഡ് വിത്ത് 4, 384 വരും. 384 വരും. ഓക്കെ. സെന്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ എടുത്തിരിക്കുന്ന, അതായത് ആദ്യമേ നമ്മൾ എടുത്തിരിക്കുന്ന പീകോക്കിന്റെ ലെഗ് ആണ് 192 ടോട്ടൽ വരുവാണെങ്കിൽ. അതുപോലെ തന്നെ കവിന്റേതാണെങ്കിൽ 384. ഇനി ഇവിടെ ആണെങ്കിൽ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് നമുക്ക് എത്ര? 264. സോ ഇവ നമ്മൾ ഡിഫറൻസ് നോക്കുക. 0 2 1. ഇവിടെ ആണെങ്കിൽ ഈ സൈഡിലാണെങ്കിലോ 2 7 72 ആണോ? 72 കിട്ടി. സോ ഇതും നമുക്ക് വെട്ടി കുറയ്ക്കാലോ. 24 വെച്ച് 24 5 വരും. 24 ആണെങ്കിൽ 5:3. അഗൈൻ 5:3. നമുക്ക് റേഷ്യോ കിട്ടി. അത് 8 എന്ന് പറയുന്നത് 96 ആണ്. സോ അതിൽ നമുക്ക് 5ന്റെ വാല്യൂ 16 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. B is 30% more efficient than A. So A is to B എന്ന് പറയുന്നത് 10 is to 30. അതുപോലെ B is to C എന്ന് പറയുന്നത് 30% less efficient than C ആണ്. So 7 is to 10 എന്ന് വരും. Which implies combined ratio A is to B is to C എന്ന് പറയുന്നത് എത്ര വരും? 7 70 91 91 130 വരും. സോ ഇതാണ് ഇവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസിയുടെ റേഷ്യോ. ഇനി ക്വസ്റ്റ്യൻ പറയുന്നു എ ക്യാൻ ഡു 75%, അതായത് എ 3/4 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 19.5, ഞാൻ 39/2 എന്ന് എടുക്കുക, കാരണം കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി. സോ ഫുൾ വർക്ക് ചെയ്യാൻ, സോ ഫുൾ എത്ര ആയിരിക്കും എടുക്കുന്നത്? 39/2 മൾട്ടിപ്ലൈ വിത്ത് 4/3, ദാറ്റ് ഈസ് 313 2 ദാറ്റ് ഈസ് 26 ആയിരിക്കും എ ഫുൾ ആയിട്ട് എടുക്കുന്നത്. അതായത് 3/4 വർക്ക് ചെയ്യാൻ 19.5, അപ്പോൾ ഫുൾ വർക്ക് ചെയ്യാൻ എ എടുക്കുന്ന 26 ഡേയ്സ് ആണ്. സോ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എയുടെ എഫിഷ്യൻസി 70 ആണ്, ടോട്ടൽ 26. എയുടെ എഫിഷ്യൻസി 70 ആണ്, ടോട്ടൽ 26 ഡേയ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് what then all work together, what part of the work? മൂന്ന് പേരൂടെ ചെയ്യുമ്പോൾ മൂന്ന് പേർ എഫിഷ്യൻസി ആഡ് ചെയ്യുമ്പോൾ 291. അപ്പോൾ 291 ഒരു എഫിഷ്യൻസി മൾട്ടിപ്ലൈഡ് വിത്ത് എത്ര ഡേയ്സ്? 5 ഡേയ്സ് ഡിവൈഡഡ് ബൈ 17 ഇൻറ്റു പാർട്ട് ഓഫ് ദ വർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ശ്രദ്ധിക്കണം. എത്ര ഡേയ്സ് എന്നല്ല, പാർട്ട് ഓഫ് ദ വർക്ക്. സോ ഇത് ചെയ്യുമ്പോൾ 7 4 28 7 വരില്ല, 3 വന്നിട്ടും കാര്യമില്ല അല്ലേ. 13 വന്നാലോ? 26 31. സോ ഇത് 5 14 വരും. 14 വരും. then 7 4 28 വരില്ല, 2 വരില്ല. സോ ഇറ്റ്സ് ഈക്വൽ ടു 291 by 14 multiplied with 26, that is equal to 291 by 6 4 24 2 8 8 8 16 1. So 291 by 364, ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. 2 tan A P ആണ്. 2 tan A is equal to P. 1 plus tan square A is equal to P. Then what is the value of P ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം രണ്ടും P ആണെങ്കിൽ 1 plus tan square A 6 square A എന്നൊക്കെ പറഞ്ഞ് ചെയ്താലും കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് tan A എന്ന് പറയുന്നത് P/2 ആണ്. അത് നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലോട്ട് കൊടുക്കുമ്പോൾ 1 plus P square by 4 is equal to P വരും. അതായത് 4 plus P square is equal to 4P. P into P minus 4 is equal to -4 വരും. ഇനി Pക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. P 2 കൊടുത്തു കഴിഞ്ഞാൽ 2 into -2 -4. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഏതെങ്കിലും ഓപ്ഷൻസ് കറക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. -6 വരും, 1 -3 വരും, -1 ഇല്ല. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. പൈപ്പ് എ 16 മിനിറ്റ്സിൽ ഫിൽ ആവും. പൈപ്പ് ബി 48 മിനിറ്റ്സിൽ ഫിൽ ആവും ഒരു ടാങ്ക്. ഫൈൻഡ് ദ ടോട്ടൽ ടൈം ടേക്കൺ ടു ഫിൽ ദ ടാങ്ക് ഇഫ് പൈപ്പ് എ ഈസ് ഓപ്പൺഡ് ഓൾ. എല്ലാ സമയത്തും എ ഓപ്പൺഡ് ആണ്.
പക്ഷെ ബി എന്താണ് 1 മിനിറ്റ് ഓൾട്ടർനേറ്റീവ്ലി മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം ആ പോയിന്റ്. അതായത് ആദ്യത്തെ മിനിറ്റിൽ ബി ഓപ്പൺ ആണെങ്കിൽ തൊട്ടടുത്ത മിനിറ്റിൽ എന്താണ് ഓപ്പൺ അല്ല, പിന്നെ തേർഡ് മിനിറ്റിൽ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ എയും ബി ആണ്, എ ആണ് സ്റ്റാർട്ടിങ് ഫ്രം എ ആൻഡ് ബി എന്നാണ്. സോ ഇതിന്റെ നമുക്ക് ടോട്ടൽ വർക്ക് 48 വരും. എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുന്നത് 3ഉം എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറയുന്നത് 1ഉം വരും. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. സോ ആദ്യത്തെ മിനിറ്റിൽ ആരാണ് വർക്ക് ചെയ്യുന്നത്? രണ്ടുപേരും വർക്ക് ചെയ്യുകയാണല്ലേ. അപ്പൊ നമ്മൾ എടുക്കുകയാണ് എയും ബിയും സ്റ്റാർട്ട് ചെയ്യുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യമേ 3 ആണ് +1. ഇതാണ് ആദ്യത്തെ 1 മിനിറ്റ്. നെക്സ്റ്റ് 2 മിനിറ്റ്സ് ആയപ്പോൾ എത്രയാണ്? 2 എന്നല്ല, സെക്കൻഡ് മിനിറ്റിൽ ആരേ വർക്ക് ചെയ്യുന്നുള്ളൂ? 3 വർക്ക് ചെയ്യുന്നുള്ളൂ. അതായത് 2 മിനിറ്റ്സിൽ ടോട്ടൽ 3 + 1 4, 4 + 3 7. ഇത്രയും വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി കണ്ടുപിടിക്കാൻ ഈസിയാണ്. സോ ഇതവിടെ നോക്കുക, മൊത്തം 48 ആണ്. അപ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 7 വേണം, 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയും 6 കൊണ്ട് രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 12 മിനിറ്റ്സിൽ 42 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഫുൾ ആയോ? ഇല്ല. അടുത്തത് ആരാണ്? എ ആണ്. അപ്പോൾ അത് എയുടേത് 4 ആണ്. അപ്പോൾ ഒരു 4 കൂടെ വരുമ്പോൾ +4 വരുമ്പോൾ 13 മിനിറ്റ്സിൽ അടുത്ത മിനിറ്റിൽ 46 കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു രണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ അടുത്തതിന് നമുക്ക് 3 ആണ്. സോ നമുക്കറിയാം 13 മിനിറ്റ്സ് ആൻഡ് അടുത്തത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 2 ആണ്. 2/3 ആണ്. 2/3 അവർ. സോ 13 മിനിറ്റ്സ് ആൻഡ് 40 മിനിറ്റ്സ്. സോറി, 40 സെക്കൻഡ്സ്. സോറി, ഇത് അവർ അല്ല, ഇത് മിനിറ്റ് ആണ്. 2/3 മിനിറ്റ്സ് ആണ്. സോ 2/3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ്? 40 സെക്കൻഡ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. The lateral surface area of a cube is 64 centimeter square. അവിടെ ശ്രദ്ധിക്കണം, ലാറ്ററൽ സർഫസ് ഏരിയ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 4a² ആണ്. ടോട്ടൽ സർഫസ് ഏരിയ ആണ് +2 കൂടെ വന്നിട്ട് 6a² ആവുന്നത്. അതായത് ലാറ്ററൽ സർഫസസ് മാത്രം, മേൽഭാഗവും താഴ്ഭാഗവും കൂട്ടാതെ ഉള്ളതാണ് ലാറ്ററൽ സർഫസ് ഏരിയ. സോ അത് നമുക്ക് തന്നിരിക്കുന്നത് 64 ആണ്, ഇസ് ഈക്വൽ ടു 64. സോ a² എന്ന് പറയുന്നത് 16, which implies a is equal to 4. a 4 ആവത്തുള്ളൂ, എന്നാൽ -4 ഇവിടെ വരില്ല, കാരണം അത് ലെങ്ത് ആണ്. Find the volume of the cube. So volume of cube is equal to a cube is equal to 64 cubic centimeter അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. The speed of a train is equal to 45 meter per second. Speed of the boy is equal to 38 kilometer per hour. ഓർക്കണം, അവിടെ രണ്ടും 2 യൂണിറ്റിലാണ് കിടക്കുന്നത്. ഒന്ന് km/h, ഒന്ന് 45 meter per seconds. രണ്ടുപേരും സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. Then find the time taken by the train to cross the buoy. Length of the train 1860 km. അവിടെയും കിലോമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇനി ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻസ് ഏതിലാണോ തന്നിരിക്കുന്നത് അതിലോട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്ന അവറിലാണ്. അതിനർത്ഥം നമുക്ക് 45 meter per second കൺവേർട്ട് ചെയ്തേ പറ്റൂ. അതായത് 1 km/h എന്ന് പറയുന്നത് 5/18 meter per second. So 5/18 meter per second ആണ്. So 45 meter per second എന്ന് പറഞ്ഞാൽ എത്ര വരും? 45 multiplied with 18/5 വരും. That is equal to 9 into 18 km/h. ഓക്കെ, ഇനി നമുക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1860. സ്പീഡ് എന്ന് പറഞ്ഞാൽ 38. സെയിം ഡയറക്ഷൻ ആണ് 38. ഇത് എത്രയാണ് വരുന്നത്? 9877 162 വരും. സോ 162 മൈനസ് 38 വരും, കാരണം സെയിം ഡയറക്ഷൻ ആണല്ലോ, റിലേറ്റീവ് സ്പീഡ്. സോ 4 സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പം 2 വരുമ്പോൾ 930 62 വരും. ഇത് എത്ര വരും? 46, അതായത് 465 divided by 31. So 15 hours ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. In how many years a simple interest on rupees 8642 at the rate of 15% will yield rupees 12963? 12963 ഇൻട്രസ്റ്റ് ആണ്. പ്രിൻസിപ്പൽ 8642, അതുപോലെ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്കറിയില്ല. 15% ആണ്, 15/100 വരുമ്പം 3/20. 3/20. സോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സിംപ്ലിഫൈ നോക്കാം. 3 4 3 2 1. ഇത് സോ ഇത് ഇൻറ്റു മൾട്ടിപ്ലൈഡ് വിത്ത് 2 ആണ് 8642. സോ n is equal to 10.
10 years ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. In a circle, AB is the diameter. AB ആണ് diameter. C is a point on its circumference such that two angles CAB എന്ന് പറയുന്നത് 3 angle CB, അതായത് angle CAB by angle CBA എന്ന് പറയുന്നത് 3/2 ആണ്. ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിട്ടുണ്ടോ? ഇല്ല. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ CAB ആണ്. CAB യുടെ മെഷർ 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. പക്ഷേ ഓപ്ഷൻസ് എല്ലാം 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഗസ് ചെയ്യാൻ പറ്റില്ല. ഇനി തന്നിരിക്കുന്നത് C ഒരു പോയിന്റ് ആണ്, ആംഗിൾ CAB, CBA, CBA. ഇപ്പൊ ഒരു സി ഇവിടെ വെച്ചുവിടാം. CBA ചിത്രം CBA, CAB എന്ന് പറയുന്നത് ഇത് 3x ആണെങ്കിൽ CBA എന്ന് പറയുന്നത് 2x ആണ്. 5x എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 ആയിരിക്കും. സോ x ഈക്വൽ ടു 18 ഡിഗ്രി ആയിരിക്കും. സോ ആംഗിൾ CAB എന്ന് പറഞ്ഞാൽ 18 മൾട്ടിപ്ലൈഡ് വിത്ത് 3 എത്രയാണ്? ആംഗിൾ CAB is equal to 18 multiplied with 3 is equal to 54 degree. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. കാരണം എന്താണ്? AB ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ഏത് പോയിന്റിലും സി എന്ന പോയിന്റ് ആണല്ലോ, അത് ഇവിടെ വരുന്ന ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. സോ ബാക്കി രണ്ടെണ്ണത്തിന് സംബന്ധമായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. സോ നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. പിന്നെ റൈറ്റ് ആംഗിൾ ഐസോസെൽസ് ട്രയാംഗിൾ, അതായത് റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ റൈറ്റ് ആംഗിളിന് തൊട്ട് കിടക്കുന്ന സൈഡ്സ് രണ്ടും ഈക്വൽ ആയിരിക്കും. സോ ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് 56 ആണ്. സോ ഇത് എ എന്നെടുത്തു, ഇത് എ എന്നെടുത്തു. അതായത് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, 2a സ്ക്വയർ എന്ന് പറയുന്നത് 56 ആയിരിക്കും. എ സ്ക്വയർ എന്ന് പറയുന്നത് 28 ആയിരിക്കും. കണ്ടുപിടിക്കേണ്ടത് ഏരിയ ആണ്. ഏരിയ ഓഫ് ദിസ് ട്രയാംഗിൾ ഈസ് ഹാഫ് ഇൻറ്റു എ സ്ക്വയർ. എ മൾട്ടിപ്ലൈഡ് വിത്ത് എ ആണല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, സോറി 2a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 56ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 28 മൾട്ടിപ്ലൈഡ് വിത്ത് 56 ആണ്. സോ 28 മൾട്ടിപ്ലൈഡ് വിത്ത് 56 ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 28 ന്റെ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 784 സെന്റിമീറ്റർ സ്ക്വയർ. എയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഡയറക്റ്റ്ലി നമ്മളോട് ഏരിയ ചോദിച്ചിരിക്കുന്നത്, സൈഡ് അല്ല ചോദിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ട്രയാംഗിൾ ഡയറക്റ്റ്ലി നമുക്ക് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്, അതായത് എ ഇൻറ്റു എ സ്ക്വയർ ബൈ 2 വരും. എ സ്ക്വയർ നമ്മൾ ഓൾറെഡി ഇതിൽ നിന്ന് കണ്ടുപിടിച്ചു. 28 ഇൻറ്റു 56 ആണ്. സോ 28ന്റെ സ്ക്വയർ ആയിരിക്കും 784. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആണ്. Anmol covers a certain distance at 99 km/h in 33 seconds. If he increased his speed by 20%, then find the time taken by Anmol to cover 80% of the total distance covered. അതായത് അൻമോൾ ഒരു സർട്ടൺ ഡിസ്റ്റൻസ് 99 km/h 33 സെക്കൻഡ്സിലാണ് കവർ ചെയ്തത്. അതായത് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 99, ആദ്യത്തെ സ്പീഡ് എന്ന് പറയുന്നത് 99 ആണ്. രണ്ടാമത്തെ സ്പീഡ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബൈ 20% എന്ന് പറയുമ്പോൾ 6/5 വരും. അതായത് 99 മൾട്ടിപ്ലൈഡ് വിത്ത് 12 9 2 18 97 22, അതായത് 118.8 km/h വരും. ഓക്കെ, രണ്ട് സ്പീഡും കിട്ടി. സോ ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ അനിമൽ ടു കവർ 80%. അപ്പോൾ ആദ്യത്തേന്റെ സ്പീഡ് നമുക്കറിയാം, ആദ്യത്തേന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സോ ആദ്യത്തേന്റെ അല്ല, ടോട്ടൽ ആ ഡിസ്റ്റൻസ് എത്രയാണെന്നുണ്ട്. സോ ഡിസ്റ്റൻസിന് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റിന് ശ്രദ്ധിച്ചോളൂ, എല്ലാം സെക്കൻഡ്സിലാണ്. സോ നമുക്ക് അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ 5/18 മൾട്ടിപ്ലൈഡ് വിത്ത് 33. സോ നെക്സ്റ്റ് ഈസ് 311 36 333 32. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അതായത് 165 × 11/2 വരും. ഇത്രയും ആയിരിക്കും ഡിസ്റ്റൻസ്, ഇത്രയും മീറ്റർ ആയിരിക്കും. സോ ടൈം, നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് 80%. സോ 80/100 ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് 165 മൾട്ടിപ്ലൈഡ് വിത്ത് 11/2. ഇത്രയും ഡിസ്റ്റൻസ് സ്പീഡ് എത്ര കിട്ടി? ഇത് രണ്ടാമത്തെ 118.8 km/h, അതായത് 5/18 വരും. മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണമല്ലോ. സോ ഇങ്ങനെ വരും. സോ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0 0 സീറോസ് ക്യാൻസലായി, 2 4 ആയി. ഓക്കെ, then 5 3s are 15 33 ആയി.
നെക്സ്റ്റ് ഇത് 11 ആണ്. ഓക്കെ, ഇത് 11 3 11 1 0 8 3 36 18 2 2 that is equal to 11 multiplied with the 2 22 seconds ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Next point, if A, B and C are co-prime numbers, then what is the following is true? എച്ച് സി എഫിനെ കുറിച്ചാണ്. സോ നമ്പേഴ്സ് കോപ്രൈം ആണെന്ന് പറഞ്ഞാൽ ദേ വിൽ ബി റിലേറ്റീവ്ലി പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. അതായത് വിൽ ദെയർ എച്ച് സി എഫ് വിൽ ബി 1. സോ എച്ച് സി എഫ് ഓഫ് എ ബി സി വിൽ ബി 1. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇഫ് എക്സ് ബൈ 21 plus 21 by x equal to 1, then find the value of x cube. So cross multiply ചെയ്യുമ്പോൾ x square plus 21 square is equal to 21x. അതല്ലെങ്കിൽ x square minus 21x plus 21 square is equal to 0. So ഇതിന് കിട്ടും x square minus 21x square, sorry, x square minus 21x plus 21 equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ according to the identity, algebraic identity, x cube plus y cube is equal to x plus y into x square minus xy plus y square. നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈയുടെ സ്ഥാനത്ത് 21 ആണെന്നുള്ളത്. സോ ഇത്രയും ഭാഗം 0 ആയാൽ അതിനർത്ഥം എക്സ് ക്യൂബ് പ്ലസ് 21 ക്യൂബ് ഈസ് ഈക്വൽ ടു 0 ഓർ എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു മൈനസ് 21 ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 9261 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇഫ് എ ബി പ്ലസ് ബി സി പ്ലസ് സി എ 0 ആണെങ്കിൽ 1 ബൈ എ സ്ക്വയർ മൈനസ് ബി സി പ്ലസ് 1 ബൈ ബി സ്ക്വയർ മൈനസ് സി എ പ്ലസ് 1 ബൈ സി സ്ക്വയർ മൈനസ് എ ബി കണ്ടുപിടിക്കാം. സമ്മേഷൻ 0 ആവാന്ന് വെച്ചാൽ ഓരോ ടേമും 0 ആയിരിക്കണം. ഇപ്പോൾ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ടേം 0 ആയി കഴിഞ്ഞാൽ ഹോൾ വാല്യൂ 0 ആവും. പക്ഷെ സമ്മേഷന്റെ കേസിൽ ഓരോ വാല്യൂം 0 ഈക്വൽ ആയാൽ മാത്രമേ ഉള്ളൂ ഹോൾ വാല്യൂ 0 ആവത്തുള്ളൂ. അതിനർത്ഥം എ ബി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു സി എ എന്ന് പറയുന്നത് 0 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ബൈ എ സ്ക്വയർ പ്ലസ് 1 ബൈ ബി സ്ക്വയർ പ്ലസ് 1 ബൈ സി സ്ക്വയർ കിട്ടും. സോ എൽ സി എം എടുക്കുമ്പോൾ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു ബി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ. It's the same as bc the whole square plus ac the whole square plus ab the whole square whole divided by abc the whole square. എബിയുടെയും ബി സിയുടെയും സിയുടെയും വാല്യൂ 0 ആണ്. അതിനർത്ഥം എന്താണ്? ന്യൂമറേറ്റർ എല്ലാം 0 ആണ്. സോ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. What is the value of cot square a plus 2 by cot square a minus 2 if cot a minus tan a by cot a plus tan a is equal to 7 by 30? സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കോമണന്റോ ഡിവിഡൻഡോ അപ്ലൈ ചെയ്യണം. കോമണന്റോ ഡിവിഡൻഡോ റൂൾ. അതായത് എ ഈസ് ടു ബി ഇസ് ഈക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ എ പ്ലസ് ബി ബൈ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. സോ ഇത് ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാം. സോ എത്ര കിട്ടും? രണ്ട് കോട്ടെ മാത്രമാവും ഉള്ളൂ. സോ 2 കോട്ടെ ടാനെ ക്യാൻസൽ ആയി ബൈ മൈനസ് 2 ടാനെ ഈസ് ഈക്വൽ ടു 20 ബൈ മൈനസ് 6. സോ ക്യാൻസൽ ആകുമ്പോൾ മൈനസ് 2 2 ക്യാൻസൽ ആയി, മൈനസ് ക്യാൻസൽ ആയി. അതായത് കോഡ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു എത്ര വരും? 2 10 ബൈ 3 വരും. കോട്ടെ ബൈ ടാനെ 1 ബൈ ടാനെ എന്ന് പറയുന്നത് എന്താണ്? കോട്ടയാണ്. സോ അതിന് നമുക്ക് കോഡ് സ്ക്വയർ, കാരണം കോഡ് സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യനിൽ അതാണ് കൊടുത്തത്, ഡയറക്റ്റ്ലി നമുക്ക് അത് തന്നെ ചെയ്യാം. സോ 10 ബൈ 3 പ്ലസ് 2 ബൈ 10 ബൈ 3 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ബൈ 4 is equal to 4. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. Candidate A received 8,500 votes of valid votes and won by a margin of 575. അതായത് 8,500 votes ആണ് കിട്ടിയത്. 5,750 വോട്ട്സിലാണ് ജയിക്കുന്നത്. സോ മാർജിൻ എത്ര ആയതുകൊണ്ട് തന്നെ ലൂസ് ചെയ്ത ആൾക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 2750 ആയിരിക്കും. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Find the fourth proportion of 32, 16, 72 is to x. That's x equal to 16 multiplied to 72 by 32. It is equal to 36. അതായത് 16 2 ക്യാൻസൽ ആയത് 36. സോ എക്സിന്റെ വാല്യൂ 36. ഫോർത്ത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 36 ആണ്.
DI question ആണ്. തന്നിരിക്കുന്നത് percentage distribution of number of flights arrived and departed from three airports A, B, C. What's the difference between number of flights arrived from A and C? A യും C യും arrive ചെയ്തിരിക്കുന്നത്. A യും C യും കൂടെ എടുത്തു കഴിഞ്ഞാൽ 15, 30, 80%. So 80% of 80. അതുപോലെ തന്നെ number of flights departed from B ആണെങ്കിൽ 35/100 of 120. കണ്ടുപിടിച്ചാൽ മതി. So is equal to 64 ഇവിടെ കിട്ടും. ഇവിടെ ആണെങ്കിൽ 2625 42. So 42 64 നമ്മുടെ ഡിഫറൻസ് 22. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് എക്സ് ഈക്വൽ ടു 14 മൈനസ് 14 പ്ലസ് 14 മൈനസ് 14. സോ അതായത് ആദ്യത്തെ 14 ഓഡ് പൊസിഷൻ, നെക്സ്റ്റ് വന്നു കഴിയുമ്പോൾ രണ്ടും കൂടെ ചേർന്ന് എന്താ 0 ആവും അല്ലെ. തേർഡ് പൊസിഷൻ 14, ഫോർത്ത് പൊസിഷൻ. അപ്പൊ അങ്ങനെ അതായത് ഓഡ് നമ്പർ ഓഫ് പൊസിഷൻസിലെല്ലാം 14 ആണ്, ഈവൻ നമ്പർ ഓഫ് പൊസിഷൻസ് വരുമ്പോൾ എന്താണ് -14 ആണ്. സോ അങ്ങനെ വന്നു കഴിയുമ്പം ഈവനും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ്, ഓഡ് ഈവനോട് ചേർന്ന് കഴിയുമ്പോഴാണ് 0 ആവുന്നത്. അതായത് ഒരു 30 വരെ എത്തുമ്പോൾ തന്നെ എന്ത് സംഭവിച്ചു, 0 ആയി. സോ 31st ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും, 14 ആയിരിക്കും. സോ എന്താണ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 14 ആണ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. The sum of the length, breadth and depth, that is L plus B plus H എന്ന് പറയുന്നത് 32 centimeter. Diagonal തന്നിരിക്കുന്ന 5 root 14 ആണ്. Diagonal of a cuboid is root of L square plus B square plus H square ആണ്. ഇതാണ് 5 root 14 തന്നിരിക്കുന്നത്. അതായത് L square plus B square plus H square എന്ന് പറയുന്നത് 25 multiplied with 14 ആണ്. 100/4, 7/2, 53. 5 4s are 22, 8, 10, 15, 450. 450. 25 multiplied with 5 4s are 22. Sorry, 350. 450 അല്ല 350. സോ അത്രയും കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ്. സോ സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് is given by 2 multiplied with LB plus BH plus LH. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. LBH L plus B plus H അറിയാം, L square plus B square plus H square അറിയാം. സോ നമുക്കറിയാം A square plus B square plus C square എന്ന് പറയുന്നത്, സോറി, A plus B plus അതെന്ന് പറയുന്നത് A plus B plus C the whole square minus 2 into LB plus BH plus LH. സോ ഇവിടെ 350 is equal to 32 the whole square minus 2 into LB plus BH plus LH. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 350 minus 32 square, 2 square 4, 12, 1. ഇങ്ങനെ 32 square minus 350 is equal to 1024 minus 350 is equal to 4, 5, 7, 4, 6 divided by 2, that is equal to, സോറി, ഡിവൈഡ് ബൈ 2 ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, 2 തന്നെയല്ലേ കിടക്കുന്നത്. സോ ആൻസർ എത്ര വരും, 674 സെന്റിമീറ്റർ സ്ക്വയർ. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ട സർഫസ് ഏരിയ. സർഫസ് ഏരിയ 2 മൾട്ടിപ്ലൈഡ് വിത്ത് എൽ ബി പ്ലസ് ബി എച്ച് പ്ലസ് എൽ എച്ച് എന്നാണ്. ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, പ്ലസ് എൽ എച്ച് എന്നാണ്. സോ ആൻസർ 674 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മധു ബോട്ട് an article for rupees X. അതായത് കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. Percentage of profit and loss after selling the article for rupees 2645 and rupees 1955 respectively same. So find the value of X ആണ്. നമ്മൾ ഡയറക്ട്ലി സ്റ്റാൻഡേർഡ് രീതിയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് എക്സ് ആണ്, മൾട്ടിപ്ലൈഡ് വിത്ത് 100 ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, രണ്ടാണല്ലോ സെല്ലിംഗ് പ്രൈസ്, മൾട്ടിപ്ലൈ വിത്ത് 100 ബൈ കോസ്റ്റ് പ്രൈസ് എക്സ് തന്നെയാണ്. സോ നമുക്ക് ഇതിൽ എക്സ് എക്സ് ക്യാൻസൽ ആണ്, അതുപോലെ തന്നെ 100 ക്യാൻസൽ ആയി. നമുക്ക് എത്ര കിട്ടും, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് സെല്ലിംഗ് പ്രൈസ് 2. അതായത് SP1 പ്ലസ് SP2 എന്ന് പറയുന്നത് 2x ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു SP1 പ്ലസ് SP2 ബൈ 2 ആയിരിക്കും.
ഓക്കെ, അത് നമ്മൾ ഡയറക്റ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സം ചെയ്ത് കഴിഞ്ഞാൽ 5 + 5 10 1 10 16 4/2 വരും. ദാറ്റ് ഈസ് 2300 rupees. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി നമുക്ക് പഠിച്ചു വെക്കാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് തന്നിരിക്കുന്ന രണ്ട് സമ്മും കൂടെ, രണ്ട് സെല്ലിംഗ് പ്രൈസ് കൂടെ ആഡ് ചെയ്യുക, /2 അതിന്റെ ആവറേജ് എടുക്കുകയാണ് എക്സിന്റെ വാല്യൂ. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സെല്ലിംഗ് കോസ്റ്റ് പ്രൈസ് സെയിം ആവുന്ന കണ്ടീഷൻ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Amar, Akbar and Andoni together invested rupees 36894. At the end of the year, Amar received 1570. Akbar ആണെങ്കിൽ 2355. നെക്സ്റ്റ് അന്തോണി ആണെങ്കിൽ 2826. So what was the difference between the investment of Amar and Andoni? അതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇത് 157 മൾട്ടിപ്ലൈഡ് വിത്ത് 10 ആണ്. സോ അതായത് 157 ഒരു മൾട്ടിപ്പിൾ ആണ്, 157 ഒരു പ്രൈം നമ്പർ ആണ്. സോ നമുക്ക് ബാക്കിയുള്ളതും ഡിവിസിബിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. 2355 ഡിവൈഡ് ബൈ 157 18675. That means 5785. So ഇത് 15 ആയി. നെക്സ്റ്റ് 2826 divided by 157. Again 157 168 876 5 541. ഓക്കെ, അപ്പൊ ഇത് എത്ര കിട്ടും? 18 കിട്ടും. ഇനി ഇത് ഡിവിസിബിൾ അല്ല. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റേഷ്യോ സിംപ്ലിഫൈഡ് ഫോം. വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് അമർ ആൻഡ് അന്തോണി? സോ 8 ആയിരിക്കും. 8/43 മൾട്ടിപ്ലൈഡ് വിത്ത് എത്രയാണ്? ടോട്ടൽ 36894 ആണ്. സോ അതും ഒരു പ്രൈം നമ്പർ ആണ്. സോ അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. സോ 36894 divided by 43. 43 9 3 7 7. അപ്പോൾ 8 വരും. 8 3 24 2 364 വരും. 49 വരും. സോ again sorry 4 324 2 4 8 32 32 34 ആണ് ഇവിടെ വരുന്നത്. 34 വരും. സോ ഇവിടെ 4 വരും, 2 വരും അല്ല. സോ ഡിവിസിബിൾ 9 വരും. സോ 83 into 5 3s are 15. 6 വരുന്ന കഴിഞ്ഞാൽ കൂടിപ്പോ. അപ്പോൾ 5 വരും. 15 1 2 1 വരും. 4 3 4 പിന്നെ 3s are 24 2. സോ എത്ര കിട്ടും? 858. സോ 8 multiplied with 858 ക്യാൻസൽ ചെയ്തു. 858. So 858 divided by 8 64 6 4 6 4 6 8. So എത്ര കിട്ടും? rupees 6864 rupees കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഡി എ ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ഗ്രാഫ് ഷോസ് എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ടേക്ക് അഡ്മിഷൻ ഇൻ 2 ഡിഫറെന്റ് സ്കൂൾസ് എ ബി. എത്ര വർഷത്തിലാണ് വാസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ടേക്ക് അഡ്മിഷൻ ഇൻ സ്കൂൾ എ ലെസ് ദാൻ 3/4 ഓഫ് ദ ആവറേജ് ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ടേക്ക് അഡ്മിഷൻ ഇൻ സ്കൂൾ ബി ഡ്യൂറിംഗ് ദ 5 years. അപ്പോൾ അതാദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ബിയിൽ എല്ലാ വർഷവും എടുത്തത് 400 plus 540 plus 500 plus 460, that is 960 plus 480. So this is 18 10 14 19 23. So 2380. 2380 divided by average ആണ് പറഞ്ഞിരിക്കുന്നത്. So 5 അതിന്റെ 3/4. 3/4. So it's equal to 4 5 4s are 20 6 4 9s are 36 5 വരും. This is 5 1 5 19 വരും. 7 2 5 357 കിട്ടും. സോ എത്ര സ്റ്റുഡൻസ് ആണ് എ ഇതിനേക്കാളും 357നേക്കാളും കുറവുള്ളത്? അപ്പം 320 ഉണ്ട്, 420 കൂടുതലാണ്, 600 കൂടുതലാണ്, 400 കൂടുതലാണ്, 540. സോ ഒരു വർഷം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 367 raised to 48 multiplied with 123 raised to 244? സോ നമുക്ക് ആദ്യത്തെ എടുത്ത് നോക്കാം. 7 raised to 48 ആണ് ആദ്യം വരുന്നത്. 7 raised to 48. സോ 7 raised to 4 എടുക്കുവാണെങ്കിൽ raised to നമുക്ക് 12 എന്ന് എഴുതാം. 48. 7 raised to 4 എന്ന് പറയുമ്പോൾ 49 multiplied with 49. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 1 ആയി. സോ ഇത് ഈസ് ഈക്വൽ ടു 1 കിട്ടും. നെക്സ്റ്റ് 123 raised to 244 എന്നാൽ 3 raised to 4 എടുക്കാം. 4 എടുക്കുമ്പോൾ എത്ര വരും? 61 വരും. That is equal to 3 raised to 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 to 9 81. അതും 1 ആണ്. സോ 1 multiplied with 1 എന്താണ്?
1 തന്നെയാണ്. സോ പ്രൊഡക്റ്റ് ഓഫ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 തന്നെയാണ്. സോ ഇത്രയുമാണ് ഈ ഒരു വീക്കിലെ ഒലി ബോർഡിന്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.